കെ.സി. വേണുഗോപാലിനെയും മറികടന്ന് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോഴും വി.ഡി. സതീശനെ കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളികളാണ്. പ്രതിപക്ഷത്തേക്കാൾ വി.ഡി. ഭയക്കേണ്ടി വരുന്നത് കെ.സി. വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും തന്നെയാകും. ഇതിനൊപ്പം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും മുന്നോട്ട് വയ്ക്കുന്ന അജണ്ടകൾക്കനുസരിച്ച് ഭരണം നടത്തേണ്ടതും വി.ഡിക്ക് തലവേദനയാണ്. മുസ്ലിം ലീഗിനെയും ഒപ്പം ചേർത്ത് ഹൈക്കമാൻഡിനെയും വെല്ലുവിളിച്ച വി.ഡി. സതീശൻ മുഖ്യമന്ത്രി പദം ഉറപ്പിച്ചപ്പോൾ കാത്തിരിക്കുന്ന വെല്ലുവിളികൾ ഏറെയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നെ അമ്പെ പരാജയപ്പെടുത്തി ഇടതുമുന്നണി തുടർഭരണം നേടിയ കാലം. പരാജയത്തിന്റെ പടുകുഴിയിലും രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവാക്കാൻ AI ഗ്രൂപ്പുകൾ ഒരുമിച്ച് നിന്നു. എന്നാൽ അവിടെ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് മുകളിൽ കേന്ദ്ര നേതൃത്വത്തിലെ സ്വാധീനം നന്നായി ഉപയോഗിച്ച് കെ.സി. വേണുഗോപാൽ ഇതിന് തടയിട്ടു. കൃത്യമായി പറഞ്ഞാൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണ് കെ.സി. നടത്തിയത്. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായാൽ പിന്നീട് ഭരണം കിട്ടിയാലും മുഖ്യമന്ത്രി സ്ഥാനം ചെന്നിത്തല കൊണ്ടുപോകുമെന്ന് അന്നേ കണക്കുകൂട്ടിയ കെ.സി. അങ്ങനെയാണ് വി.ഡി. സതീശനെ അവിടേക്ക് കൊണ്ടുവരുന്നത്. ആർക്കും വഴങ്ങാത്ത വി.ഡി. സതീശൻ പാർട്ടിയിൽ ഒറ്റപ്പെട്ടോളുമെന്ന് കെ.സി. കരുതി. വി.ഡി. സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയ കെ.സി. KPCC പ്രസിഡന്റായി കെ. സുധാകരനെ കൊണ്ടുവന്നതും ഒരു അടി ലക്ഷ്യമിട്ട് തന്നെയാണ്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. വൈകാതെ കെ. സുധാകരൻ തെറിച്ചു. പിന്നീടിങ്ങോട്ടും കെ.സി. നടത്തിയ നീക്കങ്ങളായിരുന്നു കേരളത്തിലെ കോൺഗ്രസിൽ വിജയിച്ചത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൻ്റെ ആളുകളെ സ്ഥാനാർത്ഥികളായി പരമാവധി കുത്തിനിറച്ചു. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കോടികൾ വാരിയൊഴുക്കി. പിണറായി വിജയൻ സർക്കാരിനോടുള്ള കടുത്ത ജനരോക്ഷവും BJPയുടെ ശക്തമായ പോരാട്ടവും കൂടിയായതോടെ എല്ലാം ഉറച്ചെന്ന് കരുതിയ കെ.സിക്ക് പക്ഷേ പിഴച്ചു. കെ.സിയുടെ ഈ കളി മുൻകൂട്ടി കണ്ട വി.ഡി. സതീശൻ ലീഗിനെ ഒപ്പം കൂട്ടി. മതഭീകരവാദത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ജമാഅത്തെ ഇസ്ലാമി തികഞ്ഞ മതേതരവാദികളാണെന്ന് ആവർത്തിച്ച് പ്രസംഗിച്ച് നടന്ന വി.ഡി. സതീശന് കോൺഗ്രസിനുള്ളിൽ നിന്ന് പോലും വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. പക്ഷേ സതീശൻ പിന്മാറിയില്ല. ഈ പ്രീണനം ഒടുവിൽ സതീശന് ഗുണകരമായി. കെ.സി. വേണുഗോപാൽ എല്ലാ നീക്കങ്ങളും നടത്തിയിട്ടും വി.ഡി. എന്ന പേരിലേക്ക് ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ കേന്ദ്ര നേതൃത്വം എത്തിയത് ലീഗിൻ്റെ സമ്മർദ്ദം കൊണ്ടുതന്നെയാണ്. സതീശൻ്റെ ഈ നീക്കം മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയാതെ പോയതാണ് കെ.സിക്ക് പിഴച്ചത്. പക്ഷേ തോറ്റു പിന്മാറാൻ തയ്യാറല്ലെന്ന കെ.സിയും RCയും വ്യക്തമാക്കുമ്പോൾ മുന്നോട്ടുപോക്ക് കടുത്ത പ്രതിസന്ധിയാകും. മാത്രമല്ല, തിരിച്ചറിഞ്ഞിട്ടും അധികാരം മാത്രം ലക്ഷ്യമിട്ട് സ്വന്തം ചുമലിലേറ്റിയ 2 വേതാളങ്ങളും തിരിഞ്ഞുകടിക്കുന്ന കാലവും വിദൂരമല്ല. പക്ഷേ അതിൻ്റെ അനന്തരഫലം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് കേരളത്തിലെ ജനങ്ങളാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിൽ കെ.സിയെ പോലും വെട്ടിനിരത്തി ലീഗ് അപ്രമാദിത്യം നേടുമ്പോൾ കേരളത്തിൻ്റെ ഭരണം ആര് നിയന്ത്രിക്കുമെന്ന് പകൽ പോലെ വ്യക്തമാവുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും R. രാജീവ്, ജനം. കൂടുതൽ വിവരങ്ങളുമായി രാജീവ് ചേരുകയാണ്. രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി.ഡി. സതീശൻ ഒടുവിൽ എത്തി. പക്ഷേ ഇനി കാര്യങ്ങൾ അത്രത്തോളം സുഖകരമല്ല എന്ന രീതിയിൽ വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം കെ.സി. ഉണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്. ആ പ്രതിരോധം മറികടന്ന് വേണം വി.ഡി. സതീശന് മുന്നോട്ട് പോകാൻ. അതേസമയം തന്നെ ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഉയർത്തുന്ന സമ്മർദ്ദങ്ങളെ എങ്ങനെ അതിജീവിക്കും എന്ന് നമ്മൾ കണ്ടറിയേണ്ടതുണ്ടല്ലേ? സുരേഷ്, ഒരുപക്ഷെ കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഉയർത്തുന്ന വെല്ലുവിളികൾക്കും അപ്പുറമാകും ലീഗിന് വഴങ്ങേണ്ടി വരുന്ന ഒരു സതീശൻ. കാരണം ലീഗ് ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുക, ദിവസങ്ങളോളം നീളുന്ന ചർച്ച, അതിൽ ഏറ്റവും പ്രധാനമായും കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിൽ പ്രാധാന്യം കൊടുത്തിരുന്നത് കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ചർച്ചകൾ ഇത്രയേറെ നീണ്ടത്. അതായത് കെ.സി. വേണുഗോപാൽ നേരത്തെ തന്നെ ഇതിനായുള്ള കരുനീക്കങ്ങൾ തുടങ്ങിയിരുന്നു. കെ.സിയുടെ നിർദ്ദേശപ്രകാരമാണ് നേരത്തെ പ്രതിപക്ഷ നേതാവായി വി.ഡി. സതീശനെയും KPCC അധ്യക്ഷനായി കെ. സുധാകരനെയും കൊണ്ടുവരുന്നത്. ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് കെ.സി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി വരികയായിരുന്നു. അതിനായിട്ടുള്ള കരുനീക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ചുകൊണ്ട് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി പദം ഉറപ്പിച്ചത്. ഏതായാലും അത്തരത്തിലുള്ളൊരു നീക്കങ്ങൾ അവിടെ നടക്കുമ്പോൾ ഇനി മുസ്ലിം ലീഗിന് വഴങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസം തന്നെ അതിന്റെ സൂചനകൾ പുറത്തു വരികയും ചെയ്തു. ഇപ്പോൾ മുസ്ലിം ലീഗ് അക്കാര്യത്തിൽ ചില നടപടികളൊക്കെ സ്വീകരിച്ചെങ്കിലും ലീഗ് എങ്ങനെ കേരള ഭരണം നിയന്ത്രിക്കും എന്നതാണ് കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ കേട്ട മുദ്രാവാക്യം.
അതായത് സമുദായ സംഘടനകൾക്കെതിരെ പരസ്യമായി തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്നു. കേരളം ഇനി മുതൽ ലീഗ് നിയന്ത്രിക്കുമെന്ന് പരസ്യമായി യൂത്ത് ലീഗ് പ്രവർത്തകർ ഉൾപ്പെടെ പറയുമ്പോൾ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് കഴിഞ്ഞ ദിവസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ചാണെങ്കിൽ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തതിന് ശേഷം വി.ഡി. സതീശൻ ആദ്യം വിളിച്ചത് പാണക്കാടേക്കാണ്, ലീഗ് നേതാക്കളെയാണ് വിളിച്ച് നന്ദി അറിയിച്ചത്. ഇതിനുശേഷമാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെ പോലും വിളിച്ചിരിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാര്യം മുസ്ലിം ലീഗിന്റെ ഇടപെടൽ തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സതീശനെ എത്തിച്ചിരിക്കുന്നത്. അതിനുള്ള നന്ദി തന്നെ സതീശൻ കാണിക്കുകയും ചെയ്തിരിക്കുന്നു. മുൻപോട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത്, അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇങ്ങോട്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി പരസ്യമായി വി.ഡി. സതീശൻ രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായത്. ജമാഅത്തെ ഇസ്ലാമി മതേതരവാദികളാണ് എന്ന് ആവർത്തിച്ച് അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്നാൽ മതഭീകരവാദ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള തെളിവുകൾ പുറത്തു വരുന്നു. മാത്രമല്ല 2011 UDF സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട് പുറത്തു വരുന്നു. അതിൽ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമി ഭീകരവാദ സംഘടനയാണ്, ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത് എന്ന് വളരെ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. അതിനെയെല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ട്, കോൺഗ്രസിന്റെ മുൻ നിലപാടുകളെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി മതേതര സംഘടനയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരസ്യമായി തന്നെ വി.ഡി. സതീശൻ രംഗത്ത് വരുന്നു. ഈ രണ്ട് കൂട്ടരുടെ, അതായത് മുസ്ലിം ലീഗിന്റെയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെയും കൃത്യമായ പിന്തുണ ഉറപ്പിക്കാനുള്ള എല്ലാ നീക്കങ്ങളും വി.ഡി. സതീശൻ നടത്തുന്നു. അതും ഒരു പരിധിവരെ വിജയിച്ചു എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. പിന്നീട് രാജീവ് ഒപ്പം തന്നെ ഈ കൂടുതൽ MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിനുണ്ടായിരുന്നു മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ആ ഒരു അവകാശവാദത്തിൽ. കൂടാതെ രമേശ് ചെന്നിത്തലയ്ക്കും ഒരു വിഭാഗത്തിന്റെ പിന്തുണയുണ്ടായിരുന്നു. ഏറ്റവും കുറവ് MLA-മാരുടെ പിന്തുണ ഈ വി.ഡി. സതീശനാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഈ MLA-മാരെയൊക്കെയും കൂട്ടിച്ചേർത്ത് ഒരു മന്ത്രിസഭാ രൂപീകരണം സാധ്യമാക്കണം, ഒരു മന്ത്രിസഭയെ മുന്നോട്ട് കൊണ്ടുപോകണം, ഒരു ഭരണത്തെ മുന്നോട്ട് നയിക്കണം. ഇത് എത്രത്തോളം വെല്ലുവിളിയാകും വി.ഡിയെ സംബന്ധിച്ചിടത്തോളം? സുരേഷ്, വലിയ വെല്ലുവിളി തന്നെയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും KC വേണുഗോപാലിനൊപ്പമാണ് കൂടുതൽ MLA-മാരും നിലനിൽക്കുന്നത്. മാത്രമല്ല നിലവിലും സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുടെ പിന്തുണ KC വേണുഗോപാലിനുണ്ട്. കേന്ദ്ര നേതൃത്വത്തിൽ വളരെ വലിയ ശക്തി KC വേണുഗോപാലിന് നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ വലിയ സമ്മർദ്ദം സംസ്ഥാനത്ത് ചെലുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും കൂടുതൽ മന്ത്രിമാരെ വേണമെന്ന ആവശ്യം നിലവിൽ KC വേണുഗോപാൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തനിക്കൊപ്പം നിൽക്കുന്നവരെ മന്ത്രിയായി കൊണ്ടുവരണം എന്നുള്ള ആവശ്യമാണ് നിലവിൽ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലേക്ക് വച്ചിരിക്കുന്നത്. ആ ഒരു ആവശ്യം മുൻനിർത്തി തന്നെയാണ് അദ്ദേഹം നിലവിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ആ പോരിൽ നിന്ന് പിന്നോട്ട് പോയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അത് വലിയ പ്രതിസന്ധിയായി നിലനിൽക്കും. ഇതിനൊപ്പം തന്നെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ KCയെ പിന്തുണയ്ക്കുന്നു. K. സുധാകരൻ ഉൾപ്പെടെയുള്ളവർ പരസ്യമായി തന്നെ KC വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ട് ദിവസങ്ങളോളം രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും അത് വലിയ വിഷയങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. അത്തരം കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് മുന്നിലുള്ളത്. മാത്രമല്ല രമേശ് ചെന്നിത്തല മന്ത്രിപദം ഏറ്റെടുക്കില്ല എന്ന് വ്യക്തമാക്കുന്നു. എങ്കിൽ പോലും രമേശ് ചെന്നിത്തല മുന്നോട്ട് വെക്കുന്ന ആവശ്യം തന്റെ വിശ്വസ്തരെ മന്ത്രിസഭയിലേക്ക് എത്തിക്കണം എന്നതാണ്. പ്രധാനപ്പെട്ട പദവികളിലേക്ക് അവരെ എത്തിക്കാനുള്ള നീക്കം രമേശ് ചെന്നിത്തല നടത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ചുരുക്കത്തിൽ വരും ദിവസങ്ങളിൽ കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് കോൺഗ്രസ് കടക്കും, സർക്കാർ കടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. തിങ്കളാഴ്ചയാണ് സത്യപ്രതിജ്ഞ നടക്കുക. ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ ചില മന്ത്രിമാർ മാത്രം സത്യപ്രതിജ്ഞയിൽ ഉൾപ്പെടും. അതിനുശേഷമായിരിക്കും വിപുലമായ മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് പോവുക എന്ന സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ലീഗിന്റെ മന്ത്രിമാർ തിങ്കളാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ ഏതായാലും മന്ത്രിസഭാ രൂപീകരണം കഴിഞ്ഞ് സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇത് വലിയ വെല്ലുവിളി ഉണ്ടാകും. നിയമസഭാ സമ്മേളനങ്ങൾ ഉൾപ്പെടെ വലിയ വെല്ലുവിളിയായി ഇത് മാറാനുള്ള സാധ്യതയുണ്ട്. എത്രത്തോളം ഈ കോൺഗ്രസ് MLA-മാർ പൂർണ്ണമായും വി.ഡി. സതീശനെ അംഗീകരിക്കുമെന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അതായത് ലീഗിന്റെ സമ്മർദ്ദം ഒന്നുകൊണ്ട് മാത്രം മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുക, കോൺഗ്രസിൽ തന്നെ കൂടുതൽ പേരുടെ പിന്തുണയുണ്ടായിരുന്ന KC വേണുഗോപാലിനെ വെട്ടിയെറിയുക, മാത്രമല്ല രമേശ് ചെന്നിത്തല കോൺഗ്രസിൽ ഏറ്റവും സീനിയറാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്ന രമേശ് ചെന്നിത്തലയെ മാറ്റി നിർത്തുന്ന അവസ്ഥയിലേക്ക് എത്തുക, ആ ഒരു കാര്യങ്ങൾ ഇപ്പോൾ വളരെ പ്രതിസന്ധിയായി കോൺഗ്രസിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. ഒരു സർക്കാർ രൂപീകരണത്തിന് ശേഷം കോൺഗ്രസ് നേരിടാൻ പോകുന്ന, അല്ലെങ്കിൽ സർക്കാർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഒരുപക്ഷെ പ്രതിപക്ഷത്തെക്കാൾ കൂടുതൽ വി.ഡി. സതീശനെ കടന്നാക്രമിക്കുക ഭരണപക്ഷമാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നേരത്തെ സോളാർ കേസിൽ എങ്ങനെയാണോ ഉമ്മൻചാണ്ടി പ്രതിസന്ധി നേരിട്ടത്, അതേ അവസ്ഥയിലേക്ക് വി.ഡി. സതീശനും വരും ദിവസങ്ങളിൽ എത്താനുള്ള സാധ്യതയുണ്ട്. വി.ഡി. സതീശന് മുന്നിലുള്ള പ്രതീക്ഷയെന്ന് പറയുന്നത് ലീഗാണ്. ലീഗിന്റെ MLA-മാരുടെ പൂർണ്ണ പിന്തുണ തനിക്കുണ്ടാകും എന്ന് തന്നെയാണ് വി.ഡി. സതീശൻ കരുതുന്നത്. അത്തരത്തിലുള്ള ഉറപ്പ് ലീഗ് നൽകിയിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സുരേഷ്, മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയെങ്കിലും വി.ഡി. സതീശനെ കാത്തിരിക്കുന്നത് കനത്ത വെല്ലുവിളികൾ തന്നെയാണ്. പാർട്ടിക്കുള്ളിലും UDF-നുള്ളിൽ നിന്നും വലിയ പ്രഹരം
കാത്തിരിക്കുന്നുണ്ട് വി ഡി സതീശനെ. അത് എങ്ങനെ അതിജീവിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. തിരുവനന്തപുരത്ത് നിന്നും രാജീവാണ് വിശദാംശങ്ങൾ നൽകിയത്.